മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവുമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വിശേഷിച്ച് 2-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി വിവാഹം വിലക്കുന്ന ആളുകളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. അത് വിശ്വാസത്യാഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നത്. വിവാഹത്തിൻ്റെ സ്ഥാപകനും ആലോചനക്കാരനും സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ തന്നെയാണല്ലോ. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് യഹോവയായ ദൈവം അത് മനുഷ്യന് തക്കതായ ഒരു തുണ ഒരുക്കി കൊടുത്തു എന്നാണ് ഉൽപ്പത്തി 2-18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിൽ പരിലസിക്കുവാൻ അവിവാഹിത ജീവിതം അനിവാര്യ ഘടകമാണെന്നുള്ള ചിന്ത ചില സ്ത്രീകളെയും ചില പുരുഷന്മാരെയും ആ നിലയിൽ ഹേമിച്ച് അവർ ആജീവനന്തം വിവാഹം കഴിയാതെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും. ഏതെങ്കിലും പ്രത്യേകമായ രോഗമോ ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അല്ലാതെ മറ്റുള്ളതായ യാതൊരുവിധമായ ന്യൂനവശങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യനെല്ലാവരും ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിധേയപ്പെടണം. എല്ലാവർക്കും വിവാഹം മാന്യമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് അത് കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും സുവിശേഷന്മാരും കുടുംബജീവിതം നയിച്ചവരാണെന്നാണ് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 21-8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 9-4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എബ്രായലേഖനം 13-4 വാക്യത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് മാന്യമായ ഒരു ശുശ്രൂഷയാണ് വിവാഹം, ജീവിതമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹം അത് സംബന്ധിച്ചുള്ള വേദാനുസൃതമായ വീക്ഷണം ആണ് ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വിവാഹം വിലക്കുന്നത് പൈശാചിക ഉപദേശമാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇനിയും ആ കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു പഠനം ആവശ്യമാണോ എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് വിശുദ്ധിയുടെ മാനദണ്ഡമായോ സുവിശേഷ വേലക്കാരുടെ ലക്ഷണമായോ ഒരു ഉപദേശമായോ സ്വീകരിക്കുവാനായിട്ട് വേദം അനുവദിക്കുന്നില്ല. തിരുവെഴുത്ത് പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹം എല്ലാവരും കഴിച്ചിരിക്കണം എന്നുള്ള തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിക്കൂടാത്തതായ ഒരു ഉപദേശമാണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം, 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സത്യത്തെ ഗ്രഹിപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു.
ഇത് മറ്റൊരു കാര്യമാണ്. ഭോജ്യങ്ങളെ വർജിക്കുക, അതായത് വിശ്വാസ ത്യാഗത്തിൻ്റെയും മനസാക്ഷി ചൂടുപിടിച്ചതിൻ്റെയും പ്രഥമ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് നാം വിവാഹം വിലക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് തന്നെ എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. താനുണ്ടാക്കിയതൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലതെന്നാണ് അത് തിരുവെടുത്തിൽ നമ്മൾ ഉൽപ്പത്തി 1:21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ കാണുന്നു, താൻ ഉണ്ടാക്കിയതൊക്കെയും ദൈവം നോക്കി എത്രയും നല്ലത് എന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് തിരുവെഴുത്തിൽ നമുക്ക് കൂടുതൽ നമുക്ക് ഉറപ്പ് നൽകുന്നതായ സത്യം. അതുകൊണ്ട് സസ്യാഹാരവും മാംസാഹാരവും മനുഷ്യൻ്റെ ഭക്ഷണത്തിനായി ദൈവം നൽകിയതാണ്. ഉൽപ്പത്തി 1:29 9:3 എന്നാൽ പഴയ നിയമത്തിലെ ചില വാക്കുകൾ ആഹാരം സംബന്ധിച്ച് ദൈവം നൽകിയിരിക്കുന്നതായിട്ട് ലേവ്യ പുസ്തകം 11 നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലാകട്ടെ അവിധത്തിലുള്ള യാതൊരു വിലക്കുകളും നമുക്ക് കാണുന്നില്ല. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് നിരൂപിക്കുന്നത് എന്നത്രേ പത്രോസിനോട് പറഞ്ഞത്. പ്രവൃത്തി 10:14-15. ലേവ്യ നിയമങ്ങൾ ഇനിമേൽ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധകമായിരിക്കുന്നില്ല. പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടി ഭോജനം ആസ്വദിക്കണം എന്ന് മാത്രം. നമുക്ക് ആഹാരവും സന്തോഷവും നൽകി നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കണമല്ലോ. ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടി ദൈവത്തെ ഓർക്കുവാനുള്ള നിബന്ധന പഴയ നിയമത്തിലും നൽകിയിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്, നീ ഭക്ഷിച്ച് തൃപ്തിയാകുമ്പോൾ നിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ കൊലോസ്യത്തിൽ വായിക്കുന്നത്, നിനക്ക് ഭക്ഷണം ലഭിച്ചു കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് കൊലോസ്യലേഖനം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാത്തിനോടും നമുക്ക് ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം, എങ്കിൽ കൃതജ്ഞത ഉള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർക്കുവാനുള്ള നിബന്ധന പഴയ നിയമത്തിലും നൽകിയിട്ടുണ്ട്. ദൈവവചനത്തിലും അതെ വചനത്താലും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 1:31 ഉൽപ്പത്തി 1:31 9:3 എന്നീ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് തൻ്റെ വചനം മൂലം വിശുദ്ധന്മാരുടെ ഭക്ഷണ പാനീയങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നർത്ഥമാണ്. അതുകൊണ്ട് അത് ആഹാരപാനീയങ്ങളിൽ ഏതാനും ചില ചട്ടങ്ങളും ചിട്ടകളും വർജനങ്ങളും പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. വിഗ്രഹാർപ്പിതം 1 കൊരിന്ത്യർ 10:28. അതുപോലെ രണ്ടാമതായിട്ട് അതിഭക്ഷണം ലൂക്കോസ് 20:21-34 വാക്യവും തീത്തോസ് 1:12 വാക്യം. 3 മദ്യപാനം ലൂക്കോസ് 21:34, ഗലാത്യർ 5:19-21 വാക്യങ്ങൾ. 4 സഹോദരന് ഇടർച്ച വരുത്തുന്നവ റോമർ 14:21. 5 മത്തു പിടിക്കത്തക്ക വിധത്തിൽ വീഞ്ഞ് കുടിക്കരുത് എഫേസ്യർ 5:18. എന്ന് പറഞ്ഞാൽ മത്തു പിടിക്കുന്നോടം വരെ കുടിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്തതായ ഈ കാര്യങ്ങൾ ഒരു വിശ്വാസി അനുവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ 5 വിധമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. വിഗ്രഹാർപ്പിതം, അതുപോലെ തന്നെ അതിഭക്ഷണം, മദ്യപാനം, സഹോദരൻ ഇടർച്ച വരുത്തുന്നത്, മത്ത് പിടിപ്പിക്കത്തക്ക വിധത്തിലുള്ള വീഞ്ഞുടി, ഇവയൊന്നും ഒരു വിശ്വാസിക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള സത്യം നാം ഓർക്കണം. ദൈവം സൃഷ്ടിച്ച ലോകം ദൈവം സ്നേഹിച്ച ലോകമാണ്. ദൈവ ജനത്തിന് അനുഭവിക്കുവാൻ നൽകിയ ലോകം നല്ലതെന്ന് ദൈവം കണ്ട ലോകം. ഈ ധാരണയിൽ ദൈവം നൽകുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മേൽ പറയപ്പെട്ടവ ഏതാനും ചില വിലക്കുകൾ ഒഴികെ മറ്റൊന്നും വിശുദ്ധന്മാർ വർജിക്കേണ്ടതില്ല. ശരീരം തിന്മയുടെ ഉറവിടമാണെന്നും ആകയാൽ ശരീരത്തിൻ്റെ പരിപോഷണത്തിന് ഉതകുന്ന ഭക്ഷണം, നൈസർഗികമായ വാസനകൾ ഇവയെല്ലാം നിഷിദ്ധമാണെന്ന് അത് അനേക ജ്ഞാനവാദക്കാരൊക്കെ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നാം ഓർത്ത് നമ്മുടെ നസ്രാനായ കർത്താവിൻ്റെ വചനം എപ്രകാരം ഇരിക്കുന്നു, അവൻ്റെ മുഖം മൃദുവും
ചുവട് ലഘുവും ആണ് എന്ന് മത്തായി 11:29 വായിക്കും. അതുകൊണ്ട് നമുക്ക് അവൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വചന സത്യങ്ങളെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് ഈ പ്രഭാത പഠനം ഇടയാക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതപാതയിൽ